മലയാളികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ രൂപമാണ് പത്തേമാരി. കടൽ കടന്ന് ഗൾഫിലെത്തി സ്വന്തം ജീവിതവും പ്രിയപ്പെട്ടവരുടെ ജീവിതവും കരുപ്പിടിപ്പിക്കാൻ വേണ്ടി മലയാളികൾ യാത്ര ചെയ്തിട്ടുള്ള പത്തേമാരി. ഈ ഇരിക്കുന്നവരെല്ലാവരും പത്തേമാരി തണൽ കൂട്ടായ്മ UAE പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ ഭാഗമാണ്. 3 വർഷത്തോളമായി, ഏതാണ്ട് 4 വർഷമാകാൻ പോകുകയാണ് ഈ കൂട്ടായ്മ രൂപീകരിച്ചിട്ട്. ബാക്കിയൊക്കെ അവർ തന്നെ പറയും എന്താണ് പത്തേമാരി തണൽ കൂട്ടായ്മ, ഓരോരുത്തരുടെ ജീവിതത്തിലും എങ്ങനെയാണ് പത്തേമാരി സഹായിച്ചത് എന്നൊക്കെ. മാനത്തെ മാരിക്കൂറുമ്പേ പേയല്ലേ പേയല്ലേ പൊന്നേ, മടത്തെ മടക്കിടാങ്ങൾ വാവുറങ്കാരോ, വാവാവം പാടിയൂറക്കാനില്ലിൻ അമ്മയൻ പൊന്നേ, ചാരത്തെ നോവു താരാട്ടിൻ നീയുറങ്ങാരോ. പത്തേമാരി ഇത് വനിതകളുടെ ഒരു കൂട്ടായ്മയാണ്. അതായത് മലയാളികളായ വീട്ടമ്മമാർ ഇവിടെ ജോലി അന്വേഷിച്ച് ഇവിടെ വന്നവരെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു കൂട്ടുകുടുംബം പോലെ അങ്ങനെ ഞങ്ങൾ ചെയ്തു പോകുന്നതാണ് പത്തേമാരി തണൽ. അതിൽ കേരളത്തിൽ നിന്നുള്ള പല സ്ഥലത്തുള്ള ആൾക്കാരുണ്ട്, പല വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടി ഇവിടെ വരുന്നവരെ ഞങ്ങൾ കൈത്താങ്ങായിട്ട് ചേർത്ത് നിർത്തുന്നുണ്ട്. അവർക്ക് മാക്സിമം ഞങ്ങൾ ജോലി കൊടുക്കുന്നുണ്ട്. കൂടുതലും ജോലിയില്ലാത്തവർക്ക് ജോലിയാണ് മെയിൻ. പിന്നെ അത് കൂടാണ്ട് എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. അത് കൂടാണ്ട് നാട്ടിൽ ഇപ്പം എന്തെങ്കിലും ധനസഹായം, ഇപ്പം ഗ്രൂപ്പിൽ ചില മെമ്പേഴ്സിൻ്റെ മക്കളുടെ കല്യാണമൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ധനസഹായങ്ങൾ, ഇതൊക്കെ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും കൂടിയാണ് സ്നേഹത്തോടെ എല്ലാവരും ഒത്തൊരുമയോടെ കൂടി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ പ്രളയം വന്ന വയനാട്ടിലെ സമയത്ത് ആ സമയത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഗ്രൂപ്പിൽ നിന്നും ഫണ്ടുകൾ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താ ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താ ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത്. പ്രിയപ്പെട്ടവരെ വിട്ട് നമ്മൾ ഗൾഫിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും ഇല്ലാതിരിക്കാൻ ഇങ്ങനെയുള്ള കൂട്ടായ്മകളാണ് കരുത്താകുന്നത്. 4 വർഷമാകുന്നു പത്തേമാരി തണലിൻ്റെ കൂട്ടായ്മയ്ക്ക്. ടീമിൽ 3 കൊല്ലമായിട്ട് ഞാനുണ്ട്. തുടങ്ങിയ ആ സമയം തന്നെ ഞാൻ കയറി ഒരു മെമ്പറായിട്ടാണ് കയറിയത്. അതും എൻ്റെ ഒരു ഫ്രണ്ടിക്ക് ജോലി നോക്കാനായിട്ട് ഞാൻ കയറിയതാണ്. കുറേ ജോലിയില്ലാത്ത വ്യക്തികൾക്ക് ജോലി കണ്ടെത്തി കൊടുക്കുന്നത്, പിന്നെ അവങ്ങളുടെ അക്കോമഡേഷനുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, പിന്നെ അതേപോലെ ഈ ബ്ലഡ് ഡൊണേഷന് നമ്മൾ തനിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ കാര്യങ്ങൾ. ഈ ടീമിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എല്ലാവരോടും, എൻ്റെ മെമ്പേഴ്സുകളോട് എല്ലാവരോടും പറയുന്ന മാസത്തിലെ 2ാമത്തെ മീറ്റിങ്ങിൽ എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരും മുഖം കാണുക. ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഈ 2ാമത്തെ ഞായറാഴ്ച. മാസത്തിൽ 2ാമത്തെ ഞായറാഴ്ച ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ദിവസമാണ്. സത്യം എല്ലാവർക്കും അറിയാം. ഇവിടെ വന്നിട്ട് 4.5 വർഷമായി. ഗ്രൂപ്പിൽ കയറിയിട്ട് ഈ 1 വർഷം കഴിഞ്ഞ ശേഷമാണ് ഗ്രൂപ്പിൽ കയറിയത്. പക്ഷേ സീനു താത്ത പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം ഈ ഗ്രൂപ്പിൽ വന്നതിൽ. ഞാൻ ബേബി സെറ്റിങ്ങിലാണ് ജോലി ചെയ്യണത്, സിൽക്കോണോയാസിസിൽ. അപ്പം ഇവിടെ വന്നതിന് ശേഷം കുടപ്പിറപ്പുകളെ പോലെ കുറേ താത്തമാരെയും ചേച്ചിമാരെയും അനുജത്തിമാരെയും എല്ലാവരെയും കിട്ടി. അപ്പം നാട്ടിൽ നമ്മളെ മക്കളെയും ഉമ്മമാരെയും എല്ലാവരെയും ഉപേക്ഷിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് വല്ലാത്ത സന്തോഷം. കാരണം മാസത്തിൽ ഒരു തവണ എല്ലാവരെയും മീറ്റ് ചെയ്യുമ്പം നമ്മളെ നാട്ടിലെ പോലെ ഒരു എന്തെന്ന് പറയുക, ഒരു സന്തോഷം ഫീൽ ചെയ്യണമുണ്ട്. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങോ നീയൻ മടിമേലെ ആരിരോ ആരിരാരോ. 300ഓളം പേരാണ് ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഉള്ളത്. പല ജോലികൾ ചെയ്യുന്ന ആളുകൾ. സ്വാഭാവികമായും അവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായികളാകുന്നതും താങ്ങാവുന്നതും തണലാകുകയും ഒക്കെ ചെയ്യുന്നത്. പല എമിറേറ്റുകളിൽ നിന്നും ഉള്ളവരുണ്ട്. പല എമിറേറ്റുകളിലായിട്ടാണ് ഒത്തുകൂടുന്നത്. ഓരോ മാസവും 2ാമത്തെ ഞായറാഴ്ചകളിലാണ് ഇവർ ഇങ്ങനെ പലയിടത്തായി ഒത്തുകൂടും. നോവിൻ്റെ കായൽ കരയിൽ തനിയേ തേകുന്നു ആരാരുമില്ല കൂടെ ഇരുളായി മാറും
വീതിയിൽ പനി എല്ലാം വന്ന് ഇവിടെ ഞാനിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത് കഴിഞ്ഞ് എനിക്ക് ജോലി അന്നപ്പോൾ ഇല്ലായിരുന്നു. ജോലി ഇല്ലായിരുന്ന സ്ഥാനത്ത് പിന്നെ അപ്പോൾ തന്നെ ഞാൻ ഈ ഗ്രൂപ്പിൽ അഡ്മിനായ ബിന്ദു ചേച്ചിയെ അറിയിച്ചു. ഗ്രൂപ്പിലുള്ള എല്ലാവരും ബിന്ദു ചേച്ചി അതുപോലെ തന്നെ ആ ഗ്രൂപ്പിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം എന്നെ കാണാൻ വരികയും എനിക്കൊരു സാമ്പത്തികമായ കുറേ കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ എനിക്ക് നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു. നമ്മൾ നാട്ടിലുള്ള അനാഥാലയങ്ങളിലേക്ക് കൊടുക്കുകയും പഠനത്തിന് വേണ്ടിയുള്ള കാര്യം നമ്മുടെ റിയാത്ത എന്നൊരാൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതിലെന്തെങ്കിലും വേക്കൻസി വരുവാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാം സീനത്ത് ഇവരെല്ലാം 3 അഡ്മിന്മാരാണ്. 3 പേരും നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ഇന്ന് വരെയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സ്കൂളിലാണ് RTയുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വന്നിട്ട് 14 വർഷമായി. പിന്നെ ദുബൈയിലെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ നല്ലത് ചെയ്തു. ജയിലിൽ കിടന്ന് 6 വർഷം ജയിലിൽ കിടന്ന് നമ്മളെ നാട്ടുകാരനും ആയ ഒരു സുഹൃത്തിന് എനിക്കത് ഇറക്കാൻ കഴിഞ്ഞു. പണം കൊണ്ടായാലും ആളായിട്ടായാലും സഹായിച്ച് ഇറക്കാൻ കഴിഞ്ഞു. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ.